മുൻ സംവിധായകൻ വിജി തമ്പി, അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഡെയിലി വന്നിരുന്ന മുസ്ലിങ്ങളെ രണ്ട് വർത്താനം, ടി.ജി. മോഹൻദാസിനെ പോലെ എന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞാലേ അദ്ദേഹത്തിന് ഉറക്കം വരൂ. കാര്യം നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും വിഷലിപ്തമാണ്. അപ്പൊ അദ്ദേഹം പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? കുഴിമന്തി കഴിക്കരുത്, മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ വരുന്നവരെ ജിഹാദികളാണ്. എന്താണ് ജിഹാദ് എന്നെന്ന് യഥാർത്ഥ മുസ്ലിങ്ങൾ പറയുന്ന ജിഹാദിന്റെ അർത്ഥത്തിലാണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ജിഹാദികളാണ്. നീയൊക്കെ അർത്ഥം വെക്കുന്ന ജിഹാദ് എന്ന് പറയുന്ന മനുഷ്യനെ കഴുത്ത് വെട്ടുന്ന ജിഹാദല്ലേ? അത് മുസ്ലിങ്ങളുടെ ജിഹാദല്ല. അത് സംഘപരിവാറിന്റെ ജിഹാദാണ്. അത് ബീഫ് കഴിച്ചതിന്റെ പേരിൽ അടിച്ചു കൊല്ലുക, ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലുക, വാഹനത്തില് കന്നുകാലികളെ കൊണ്ടുപോയാൽ അവനെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലുക, താഴ്ന്ന ജാതിക്കാരന്റെ മുഖത്തേക്ക് മൂത്രം ഒഴിക്കുക, ഇതൊക്കെ സംഘികളുടെ ജിഹാദാണ്. ആ ജിഹാദല്ല മുസ്ലിങ്ങൾ പറയുന്ന ജിഹാദ്. കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരെല്ലാ ഹോട്ടലിലും കയറും. ഹിന്ദുക്കളുടെ ഹോട്ടലിൽ മുസ്ലിങ്ങൾ കയറും. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടണമെങ്കിൽ ഹിന്ദുക്കളുടെ ഹോട്ടലിൽ കയറും, നല്ല പായസവും. അതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങോട്ട് കയറും. അതുപോലെ ഹിന്ദുക്കള് മുസ്ലിങ്ങളുടെ നല്ല ഹോട്ടലുകളിൽ കയറും. എന്തിനാ? നല്ല ബീഫ് ഫ്രൈ, അല്ലെങ്കിൽ നല്ല കുഴിമന്തി, അല്ലെങ്കിൽ നല്ല അൽഫഹാം. അത് തിന്നണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. മനസ്സിലായോ? ഹിന്ദുക്കൾ വെക്കുന്ന പോലെ പായസം വെക്കാൻ ആർക്കറിയുന്നേ? അപ്പൊ പരസ്പരം അങ്ങോട്ടും കയറും ഇങ്ങോട്ടും കയറും, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ ജീവിതകാലം മൊത്തം ഒരു മനസ്സമാധാനം ഇല്ലാതെ ഇതുപോലെ വിഷം നിറച്ചുകൊണ്ട് നടന്ന് ചത്തുപോകുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു കാലത്തും മനസ്സമാധാനം കിട്ടില്ല. ഈ കേരളത്തിലെ ജനങ്ങള് എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ഇത് മുസ്ലിമിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ കാര്യമാണ്. കാരണം ഇവിടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്, ബുദ്ധി സാമർഥ്യമുണ്ട്. ഉത്തരേന്ത്യയിലാവുമ്പോഴേ വിദ്യാഭ്യാസം കുറവാണ്, അപ്പൊ വിവേകവും കുറവാണ്, അതുകൊണ്ട് അവിടെ വേഗം. പിന്നെ മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, പ്രവാചകന്റെ ഒരു ഫോട്ടോ വരച്ച് അതിന്റെ മുന്നിൽ പന്നിയിറച്ചിയും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം എന്താ? 1400 വർഷം മുമ്പ് പ്രവാചകൻ ഇവിടെ വന്ന കാലം മുതൽ പ്രവാചകനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നതാണ്. എന്നിട്ട് ഒരു ചുക്കും ഇവിടെ സംഭവിച്ചില്ല. ഇസ്ലാം അടിക്കടി ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു വരുക. അതിനെക്കുറിച്ച് പഠിക്കുന്നവർ അതിലേക്ക് വരും. നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിങ്ങള് 100 കോടി ഒരു നടിക്ക് വാഗ്ദാനം ചെയ്തെന്ന് ഇസ്ലാമിലേക്ക് വരാൻ. ഞാനതിന് മറുപടി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ പഴയ വീഡിയോ കൂടി ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുക. എന്തിനാ ചേട്ടാ, ഇത്രയും പ്രായമായില്ലേ, ഇനി വീട്ടിൽ നാമം ജപിച്ച് വീട്ടിലിരിക്കാൻ പാടില്ലേ? ഇങ്ങനെ വിഷം ഛർദ്ദിച്ച് ചാവണോ? അതുകൊണ്ട് ചേട്ടൻ നേരത്തെ വീട്ടിൽ പോകാൻ നോക്ക്. വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്ക്.